അംഗനവാടി ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ പര്യാപ്തമായ സാഹചര്യം ഒരുക്കണമെന്നും മേലുദ്യോഗസ്ഥരുടെ നിരന്തര സമ്മർദ്ദങ്ങൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ കളക്ടറേറ്റ് മാർച്ച് നടത്തി. പുതിയ ഡിജിറ്റൽ ഉപകരണങ്ങൾ ലഭിച്ചില്ലെങ്കിൽ കേന്ദ്ര പദ്ധതികളോട് സഹകരിക്കാൻ കഴിയില്ലെന്നും ജീവനക്കാർ പറഞ്ഞു. 2018 മേഖല ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി കുടുംബത്തിന്റെ സർവേ അടക്കം ചെയ്യുന്നതിന് ജീവനക്കാർക്ക് നൽകിയ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കാനും ഫോൺ പര്യാപ്തമല്ല. അംഗനവാടികളിലൂടെ നൽകി വരുന്ന അനുപൂരക പോഷകാഹാരം കൃത്യമായി സമയബന്ധിതമായും ഗുണഭോക്താക്കൾക്ക് നൽകി വരികയാണ്. എന്നാൽ ഈ മാസം മുതൽ ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം നിർബന്ധമാക്കിയതിനാൽ വിതരണം ചെയ്ത അനുപൂരക പോഷകാഹാരത്തിന്റെ വിവരം പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താൻ കഴിയുന്നില്ലെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. ആദ്യത്തെ പ്രസവത്തിന് 5000 രൂപ ഗവൺമെൻറ് ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. ഈ ആനുകൂല്യം കൊടുക്കണമെങ്കിൽ അംഗനവാടി ടീച്ചർ ഇതിൻ്റെ രേഖകളെല്ലാം ഈ ഒരു പ്രത്യേക ആപ്പിലൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ അവരുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് EKYC ചെയ്ത് പൂർത്തീകരിച്ചാൽ മാത്രമാണ് അവരുടെ അപ്ലിക്കേഷൻ അവിടെ എത്തുകയുള്ളൂ. അങ്ങനെ കിട്ടിയാൽ മാത്രമാണ് അവർക്ക് ആനുകൂല്യത്തിന് അർഹത ഉണ്ടാകുള്ളൂ. ആനുകൂല്യം കിട്ടാതെ വന്നാൽ ഈ പൊതു സമൂഹം അംഗനവാടി ജീവനക്കാരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ജീവനക്കാർക്ക് ജോലി ചെയ്യുന്നതിന് പ്രയാസം നേരിടുന്ന സാഹചര്യമുണ്ട്. ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട PMMVY ചെയ്യാൻ കഴിയുന്നില്ല. ഗുണനിലവാരമുള്ള മൊബൈൽ ഫോണുകളോ ടാബുകളോ ജീവനക്കാർക്ക് ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. യാത്രാ ചെലവ് തുകയും 5 വർഷമായി നൽകിയിട്ടില്ല. പ്രയാസങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും വകുപ്പിനെയും അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരവുമായി CITU നേതൃത്വത്തിൽ പ്രവർത്തകരെത്തിയത്. CITU ജില്ലാ സെക്രട്ടറി VV ബേബി സമരം ഉദ്ഘാടനം ചെയ്തു. CITU നേതാക്കളായ P ഗഗാറിൻ, PV സഹദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സ്റ്റെല്ല പീറ്റർ, KS രജിത, VS നിർമ്മല, K നസീമ, PS രമാദേവി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. വയനാട് വിഷൻ, കൽപ്പറ്റ.